നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴ ഗാർഡന്റെ മുന്നിലാണ്. മലമ്പുഴ ഗാർഡന്റെ അവസ്ഥ നോക്കിയോ, കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമാണ് ഈ മലമ്പുഴ ഉദ്യാനം. ഇത് നവീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏകദേശം സ്വദേശി ദർശൻ എന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ 75.87 കോടി രൂപ വകയിരുത്തിയിട്ടാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഫണ്ട് അനുവദിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പണി തുടങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള മലമ്പുഴ MLA അടക്കം 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണം പൂർണ്ണമായിട്ടും നടക്കുമോ എന്നുള്ളത്. ഞാൻ നമ്മുടെ മലമ്പുഴ 13-ാം വാർഡ് മെമ്പർ സുമിത്ര മനോജാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അടച്ച മലമ്പുഴ ഗാർഡൻ ഒരു 6 മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കി തുറക്കാമെന്ന വാഗ്ദാനം തന്നിട്ടാണ് ഇത് അടച്ചത്. ഇത് 1 വർഷമായിട്ടും ഒരു നവീകരണം തുടങ്ങിയിട്ടുമില്ല. മറ്റ് കടക്കാരെല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അവരെല്ലാം 6 മാസം കഴിഞ്ഞ് തുറക്കുന്നുള്ളൊരു നിലപാടോടെ നിന്നതാണ്. ഇപ്പോൾ 1 വർഷമായിട്ട് തുറക്കാത്തതുകൊണ്ട് അവരെല്ലാം വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, കഴിഞ്ഞ 11 മാസം കഴിഞ്ഞിട്ടും ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുറകിൽ കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. USCCS എന്നുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ കരാർ എടുത്തിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ 10 വർഷം LDF ഭരിച്ചിട്ടും ഇവിടെ ഒരു MLA ഉണ്ടായിട്ട് പോലും ഈ ഒരു നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഊർജിതമായ പ്രവർത്തനം നടത്തി അത് പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വീണ്ടും മത്സരിച്ച് ഇവിടെ MLA ആയിട്ടുള്ള LDFന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, എന്ന് ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതാണ്. ജനങ്ങളെ കബളിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ എന്ന് അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. ഈ ഒരു മനോഹരമായിട്ടുള്ള മലമ്പുഴയുടെ അവസ്ഥ വളരെ ജീർണിച്ച ഒരു അവസ്ഥയിലേക്ക് കാണപ്പെടുകയാണ്. ഫണ്ട് വിനിയോഗിക്കാൻ പോലും ഇവിടെയുള്ള ജനപ്രതിനിധികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നോക്ക് ആദ്യം അഭിനേക്കൾക്ക് എന്തറിയാ, വൈകുന്നേരം വരെ നായ്മാര് കത്തിയിട്ട് അതിലേക്ക് 10 ദിവസം തീരുമാനമില്ലാണ്ടാണ് ചില ദിവസങ്ങളിൽ പോയിട്ട് പോണത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ കച്ചവടക്കാർക്കും അതാ നിൽക്കുന്നുണ്ട് ആട്ടോക്കാർക്ക് അതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ബസ്സുകാർക്ക്. ഇതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. കടകളൊക്കെ ഉണ്ട്. കടകൾ ഇവിടെ കുറച്ച് കടയുള്ളൂ. കടയൊക്കെ മേൽഭാഗത്തുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആട്ടോക്കാർക്കും ബസ്സുകാർക്കും. ഇല്ല, ഒന്നാമത്തെ ഡാം പണി നടക്കണതുകൊണ്ട് നടന്നിട്ടുമില്ല. ഇപ്പോൾ 1 വർഷമായി ഒന്നും ചെയ്യണില്ല. 2 ആൾക്കാർ വന്ന് ഇവിടെ പോയിട്ടുണ്ട്, തോന്നുന്നുണ്ട്. ഇതന്നെ നടക്കണം. വളരെ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ സഞ്ചാരികൾ വരുന്ന സമയത്ത് വരുന്നത് ഇപ്പോൾ വരുന്നവര് വണ്ടിയും കൊണ്ട് വരുന്നവര് തെക്കേമലമ്പുഴ പോകുന്നുണ്ട്, കവയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ ആരും ഒന്നും നിൽക്കണമില്ല, പോകണമില്ല. ഇവിടുത്തെ കടക്കാർക്കും ഓട്ടോറിക്ഷക്കാർക്കും ഒക്കെ മലമ്പുഴയിൽ ഇറിഗേഷൻ കീഴിൽ ടെൻഡർ കട നടത്തുന്ന വ്യക്തിയാണ്. ഇതിപ്പോൾ ഈ അടുത്ത മാസം 15-ാം തീയതി വെച്ച് 1 വർഷമായിട്ട് പൂട്ടിയിട്ട് നമുക്കൊരു പൂട്ടിനതിന് മുന്നേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു വന്നൊരു കട പൂട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് ഉൾപ്പെടെ സാധനങ്ങൾ കൈപ്പെട്ടു. ഇപ്പോഴും നമുക്കിത് 1 വർഷമായി ഇത് അടച്ചിട്ടുണ്ട്. നമുക്ക് യാതൊരുവിധ വരുമാനമില്ല. അതുപോലെ തന്നെ നമ്മളിത് ടെൻഡർ കടയായതുകൊണ്ട് മുന്നേ പൈസയും ബാങ്ക് ഗ്യാരണ്ടി എല്ലാം നമ്മൾ മുൻകൂട്ടി അവിടെ കെട്ടിവെക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ബാങ്കിൽ നിന്നിപ്പോൾ ആ പൈസ കെട്ടിയതിൻ്റെ നമ്മൾ ലോൺ എടുത്തിട്ടും ഗോൾഡ് പണയം വെച്ചിട്ട് അങ്ങനെയുള്ള തിരിമറി ചെയ്തിട്ടാണ് നമ്മൾ പൈസയെല്ലാം കെട്ടിയത്. നമുക്കിപ്പോൾ ബാങ്കുകാരുടെ അടുത്ത് പോയിട്ട് ഇവിടെ ഗാർഡൻ അടച്ചിരിക്കുകയാണ്, മറ്റേ ഇതാണെന്നൊന്നും ബാങ്കുകാരുടെ അടുത്ത് പറയാൻ പറ്റില്ല. അവർ കൃത്യമായിട്ട് പലിശ അവിടെ നമുക്ക് കെട്ടേണ്ടി വരിക. നമ്മൾ ഭയങ്കര ദയനീയാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് 1 വർഷമായി ഇപ്പോൾ ഈ പാർക്ക് അടച്ചിട്ട്. ഇന്ന് പണിയെടുക്കാൻ നാളെ പണിയെടുക്കാന്ന് പറഞ്ഞ് കുറെ മോഹന വാഗ്ദാനങ്ങളും തന്ന് പഴയ ഗവൺമെന്റ് കഴിഞ്ഞു. പഴയ ഗവൺമെന്റ് കഴിഞ്ഞ് വീണ്ടും ഇലക്ഷന്റെ ചൂട് കഴിഞ്ഞു. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നു. വീണ്ടും അവർ പറയുന്നത് ഇപ്പൊ അടുത്ത് തന്നെ തുറക്കും, ഈ ഓണത്തിന് തന്നെ തുറന്നു തരാനൊക്കെ ആയിരുന്നു വാഗ്ദാനം. ഒരു പണിയും ഇതിൽ 1% പണി പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് പരമാവധി. ഞങ്ങളുടെ അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ. കാരണം 40-42 വണ്ടികളുണ്ട്. അതിൽ 30-32 വണ്ടികളോളം ബാങ്ക് അടവുള്ള വണ്ടികളാണ്. അതുപോലെ തന്നെ കച്ചവടക്കാര്, ബസ്സുകാര്, മൊത്തത്തിൽ എന്താ പറയാ, എങ്ങനെ ഇതിനി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരവസ്ഥയാണ്. ഒരു ദിവസം 500 രൂപയെങ്കിലും ബാങ്ക് അടവിന് മാറ്റി വെച്ചാലേ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ പുറമെ കുടുംബ ചെലവുകൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ 1008 പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു വിഷയം കൂടെ വന്നത്. തീർത്തും ഓട്ടമില്ല, നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി പാർക്ക് എത്രയും വേഗം തുറന്നു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായ ഒരു അഭ്യർത്ഥന. ഇപ്പോ സഞ്ചാരികൾക്ക് ആകെ കാണാൻ കഴിയുന്നത് സ്നേക്ക് പാർക്കും അതിന് അടുത്തുള്ള ഒരു അക്വേറിയം മാത്രമാണ്. ബാക്കിയെല്ലാം പൂർണ്ണമായിട്ടും അടച്ചിട്ടിട്ട് സഞ്ചാരികൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ചുറ്റും ഏകദേശം 250ഓളം വരുന്ന കടക്കാരുണ്ട്, വിൽപ്പനക്കാരുണ്ട്. അവരെല്ലാവരും വളരെ ദുരിതത്തിലാണ്. അവർക്കൊന്നും ഒരു സാധനങ്ങളും വിറ്റുപോകാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് സഞ്ചാരികൾ വരുന്ന സമയത്ത് അവരുടെ ഒരു കച്ചവട മാർഗം ആയിരുന്നു, ഒരു ജീവിതോപാധിയായിരുന്നു. അതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 11 മാസമായിട്ട് മലമ്പുഴയിലെ കച്ചവടക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതം.